ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സെൽഷ്യൽ ഹാർബർ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തേക്കുള്ള തിരുവചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 147 11 വാക്യം വായിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് 2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, എപ്പോഴും നമ്മൾ കർത്താവിനെ ഭയപ്പെടുന്നവരായിരിക്കണം. ഒരു സ്വർഗസ്ഥ പിതാവിനോടുള്ള ഭയം എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തോടുള്ള ഭയം ജീവിതത്തിലുള്ളപ്പോൾ കർത്താവിനെ വേദനിപ്പിക്കുന്ന യാതൊന്നും നമ്മൾ ചെയ്യുകയില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം മാത്രമേ ചെയ്യുകയുള്ളൂ. കർത്താവിന് ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ വെറുക്കണം. കർത്താവ് സ്നേഹിക്കുന്നതിനെ നാമും സ്നേഹിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും തിരുവചനം വായിക്കുന്നതും ആരാധിക്കുന്നതും ഒന്നും ഒരു ഭീതി കൊണ്ട് ആകരുത്. മറിച്ച് സ്വർഗസ്ഥനായ പിതാവിനോടുള്ള ഒരു കൂട്ടായ്മയാണ് ആരാധന എന്ന ബോധ്യത്തോടുകൂടെ എല്ലായ്പ്പോഴും ആയിരിക്കണം. അങ്ങനെ തന്നെ കർത്താവിന് ഇഷ്ടമാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളത്. ആ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് കർത്താവിൻ്റെ ഹിതം ആണെന്നുള്ള ബോധ്യത്തോടെ കൂടെ നമ്മൾ ജീവിത വിശുദ്ധി സൂക്ഷിച്ച് മുന്നേറുമ്പോൾ സ്വർഗസ്ഥ പിതാവ് നമ്മളിൽ പ്രസാദിക്കും. രണ്ടാമതായി, തൻ്റെ ദയയിൽ പ്രത്യാശയുള്ളവർ ആയിരിക്കണം. കർത്താവിൻ്റെ ദയയിൽ നമ്മളെല്ലായ്പ്പോഴും പ്രത്യാശയുള്ളവർ ആയിരിക്കണം. എൻ്റെ ദൈവം ഏത് പ്രതികൂലമായ സാഹചര്യത്തിന് നടുവിലും എന്നെ വിടുവിപ്പാൻ മതിയായ ദൈവം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ദയയിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമ്മുടെ ബലത്തിലോ കഴിവിലോ ശക്തിയിലോ അല്ല. കർത്താവിൻ്റെ ദയയിൽ പ്രത്യാശയുള്ളവരായി മുന്നേറുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാകുമ്പോൾ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദമുള്ള ജീവിതം ആയിരിക്കണം. നമ്മളെല്ലാവരും സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കൾ ആണെങ്കിലും കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിത വിശുദ്ധിയിലും ആയിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയ അത്ഭുതം കർത്താവ് ചെയ്യുന്നത്. പ്രതിസന്ധികൾ മാറും, പ്രയാസങ്ങൾ നീങ്ങും, അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കിത്തരും. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കും, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്തെന്നാൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശിച്ച് ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ അറിയുന്ന കർത്താവ് ഏത് സമയത്തും അനുഗ്രഹം ചൊരിയത്തക്ക വിധത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ള ജീവിതം ആയിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. വെറുക്കേണ്ടതിനെ വെറുത്ത് കർത്താവ് സ്നേഹിക്കുന്നതിനെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ സെലസ്റ്റൽ ഹാർപ്പിൻ്റെ എല്ലാ സ്നേഹിതരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.